أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم. വേദിയിലുള്ള ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളെ, വേദിയിലുള്ള ബഹുമാന്യരായ ഉലമാക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെയും സ്നേഹികളായ സഹോദരന്മാരെ, SYS 60ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഒരു വർഷം നീണ്ടുനിന്ന അതിൻ്റെ പരിപാടിയുടെ സമാപന ചടങ്ങിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന മഹത്തായ ഒരു സന്ദേശം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീനിയായ മാർഗം എന്താണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതും അതിലൂടെ അവരെ യഥാർത്ഥമായ ദീനിന്റെ അനുയായികളാക്കിയെടുക്കുന്നതും ആയ മഹത്തായ ഒരു സന്ദേശമാണ് പൈതൃകം എന്ന് പറയുന്നത്. പൈതൃകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ നേരത്തെ കേട്ടതുപോലെ നവോത്ഥാനത്തിന്റെ ആളുകൾ ഇവിടെ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പൈതൃകവും നവോത്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, പൈതൃകത്തിന് 15 നൂറ്റാണ്ട് പഴക്കമായി. ഈ നവോത്ഥാനത്തിന്റെ ആളുകൾ നവോത്ഥാനം എന്ന ഈ ആശയവുമായി അവരിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടൊരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടില്ല. 15 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃകവും ഒരു നൂറ്റാണ്ട് പോലും എത്താത്ത ഒരു പുതിയ നവോത്ഥാനവും ഇവിടെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ പരമ്പര ആരുടെ കയ്യിലാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. 15 നൂറ്റാണ്ടുള്ള മഹത്തായ പൈതൃകം അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് കൊണ്ടുവന്ന പരിശുദ്ധ ദീനിന്റെ ആ മാതൃക സ്വഹാബത്ത്, താബികളിലൂടെ ഈ സമുദായത്തിന് എല്ലാ കാലത്തും ലഭിക്കുകയും ഇന്നും അത് സുരക്ഷിതമായി നമുക്ക് നിലനിർത്തിപ്പോരാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ മാർഗമാണ്. അതിലൊരു പുതുമയുമില്ല, എല്ലാം പഴയതാണ്. ആ പഴയതായ അല്ലാഹുവിന്റെ ദീന് ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ പൈതൃകം മനുഷ്യർ ഇവിടെ വരാൻ തുടങ്ങിയ കാലം മുതൽ, അഥവാ മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തുടങ്ങിവെച്ച അമ്പിയാക്കന്മാരുടെ ആ പരമ്പരകളൊക്കെ തന്നെ ഈ മഹത്തായ പൈതൃകത്തിന്റെ പാതയാണ്. അവരൊക്കെയും തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ സമുദായങ്ങളിലുമൊക്കെ അവരിവിടെ പ്രബോധനം ചെയ്തിട്ടുള്ള പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീന് അവരിലും തന്നെ തലമുറകളായി കൈമാറി വന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹു
ഫബിഹുദാഹു മുഖ്തദി. ആ കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ ആരാണ്? അല്ലാഹു സത്യമായ ഒരു മാർഗത്തിൽ യഥാർത്ഥമായൊരു പൈതൃകത്തിന്റെ ഉടമകളാക്കി അല്ലാഹു അവരെ നിശ്ചയിച്ചതാ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ആ പൈതൃകത്തോട് നിങ്ങളൊക്കെ പിൻപറ്റണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ആ പൈതൃകം ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് മഹാനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വന്ന കഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ കൈമാറി പോന്നതാണ്. അതിന്റെ അവസാനത്തെ കണ്ണിയായി വന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പരിശുദ്ധമായ പൈതൃകത്തെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ, ആ ദീന് ഏതാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് ഈ സമുദായത്തിന് ആ പരിശുദ്ധമായ പൈതൃകം 15 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും ഉത്തമമായ ഒരു മാതൃക അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട്. ആ മാതൃക അതാണ് അതിന്റെ പാരമ്പര്യം. ആ മാതൃക അത് തന്നെയാണ് ഈ സമുദായത്തിന്റെ പൈതൃകം. ആ പൈതൃകം നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ആ മഹത്തായ മാർഗത്തിൽ നിലനിന്നു പോരണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു. ഇവിടെ നേരത്തെ കേട്ടതുപോലെ ഈ നവോത്ഥാനക്കാരൊക്കെ ഈ പൈതൃക വിരോധികളായി, പൈതൃകത്തിനെ എതിർക്കുന്നവരായി ഈ സമുദായത്തിൽ ഈ പ്രശ്നമുണ്ടാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിയോടെ വിവരിച്ചതുപോലെ ഓരോരോ വിഷയങ്ങൾ വിശ്വാസപരമായി, കർമ്മപരമായി, ആചാരപരമായി, അനുഷ്ഠാനപരമായി മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ആ സമുദായം നിലനിർത്തിപ്പോന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ മുഴുവനും തള്ളിപ്പറയുന്ന ഒരു നവോത്ഥാനമാണ് ഈ വിഭാഗക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ നവോത്ഥാനത്തിന്റെ അർത്ഥം അതാണ്. പൂർവികമായ പാരമ്പര്യങ്ങളെ തള്ളിക്കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ 15 നൂറ്റാണ്ട് മുസ്ലിം സമുദായത്തിൽ നിലനിന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഇവിടെ തവസ്സുല് പറഞ്ഞു, ഇസ്തിഗാസ പറഞ്ഞു, തറാവീഹ് പറഞ്ഞു, ജുമഅ ഖുതുബ പറഞ്ഞു, സ്ത്രീകളുടെ ജുമഅയെ സംബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ ഇതിനൊരു പൈതൃകവും ഒരു പാരമ്പര്യവും പൂർവികമായൊരു മാതൃകയുമുണ്ട്. ആ മാതൃക 15 നൂറ്റാണ്ട് പഴക്കമായ ഈ ഇസ്ലാമിന്റെ പരിശുദ്ധമായ മാർഗരേഖ, നേർരേഖ എന്നാണ് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉലമാവ് പഠിപ്പിച്ചത്. എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ടുള്ള പുതിയതായ കണ്ടെത്തലുകളിലൂടെ ഇതിനെ മുഴുവനും അടച്ച് ആക്ഷേപിക്കുന്ന, ഇതിനെ മുഴുവനും എതിർക്കുന്ന ഈ വിഭാഗക്കാരാണ് യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്നത്. ഇവരുടെ കയ്യിലുള്ള നവോത്ഥാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് കൊള്ളാത്ത ബിദ്അത്ത്, അവരിവിടെ പുതിയതായി കണ്ടെത്തിയ ചില കണ്ടുപിടുത്തങ്ങൾ, അതാണ് ഈ കാര്യങ്ങളെ തള്ളിപ്പറയുന്ന ആ വിഭാഗക്കാരുടെ കയ്യിലുള്ള നവോത്ഥാനം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ അങ്ങനത്തെ നവോത്ഥാന നായകന്മാരോട് കൂടെയല്ല പോകേണ്ടത്. നിങ്ങൾ ഇവിടെ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നോ. എന്താണത്? ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകേണ്ടത്? ആരുടെ വാദമാണ് കേൾക്കേണ്ടത്? ആര് പറയുന്നതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ, ആ സന്ദർഭത്തിൽ എന്റെ പരിശുദ്ധമായ സുന്നത്തും എന്റെ ഖുലഫാക്കൾ, എന്റെ സ്വഹാബത്ത്, ആ മഹാത്മാക്കൾ ഇവിടെ കാണിച്ചു തന്നതായ മാതൃകയും, ആ മാതൃക തലമുറകളായി നമുക്ക് കൈമാറി കിട്ടി. ഈ 15 നൂറ്റാണ്ട് വഴക്കമായ ആ മാതൃക അത് മുറുകെ പിടിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൈതൃകം എന്ന ആ ഒരു മഹത്തായ ആശയം അത് ഈ സമുദായത്തിന്റെ ഏറ്റവും മഹത്തായ ഈ സമുദായത്തിന് നൽകാനുള്ള ഒരു സന്ദേശമാണ്. ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ SYSന്റെ ഈ 60ാം വാർഷിക സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട പൂർവികന്മാരെ തള്ളി പറയുന്ന വിഭാഗക്കാർ, അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മുജാഹിദുകൾ അവർ മുഴുവനും പൂർവികന്മാരെ തള്ളി പറഞ്ഞതാ. അല്ലാഹുവിന്റെ റസൂലിനെ പോലും തള്ളിപ്പറയാനും അല്ലാഹുവിന്റെ റസൂലിനെ പോലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയാനും ധൈര്യം കാണിച്ച
ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ മുജാഹിദാണ്. സാക്ഷാൽ ഉമ്മർ മൗലവി അല്ലാഹുവിന്റെ റസൂല് വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയാണെന്നും ഈ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പും നുബുവത്ത് കിട്ടിയതിനു ശേഷവും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശുദ്ധമാണെന്നും പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഉമർ മൗലവി പഠിപ്പിക്കുന്നത് എന്താണ്? ദിവസേന അല്ലാഹുവിന്റെ റസൂല് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 70 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതിന്റെ കാരണമെന്നറിയോ? ആ പ്രവാചകന്മാരിലെ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ആ വാദം അംഗീകരിച്ചവരാണ് ഇവിടുത്തെ പുത്തനാശയക്കാരായ ഈ മുജാഹിദ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ അവർ പലതായി പിരിഞ്ഞെങ്കിലും അവരുടെയൊക്കെ ആദർശം ആ പഴച്ച രേഖ തന്നെയാണ്, ആ പഴച്ച മാർഗം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ ഈ പൈതൃക വിരോധികളാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ സ്ഥാപിച്ച അബുൽ അല മൗദൂദി അദ്ദേഹം പറഞ്ഞത് തന്നെ നിരീക്ഷണത്തിനുള്ള കഴിവെനിക്ക് കൈവന്ന ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് എനിക്ക് കിട്ടിയ നിർജീവ മതമെന്ന മാലയെ എന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചൊറിഞ്ഞു. ആകയാൽ ഞാനൊരു നവമുസ്ലിമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദിയെ പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നിന്നുള്ളൊരു ദീനാണുള്ളത്. എന്റെ പൂർവികമായ ആ മതം നിർജീവ മതമാണ്. അതൊരിക്കലും തന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഈ വിഭാഗക്കാരുടെയൊക്കെ സ്ഥിതി. ഇവരെവിടെ നിന്നുണ്ടായോ അവിടെ മുതലുണ്ടായ ഒരു മാർഗമാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ആ വിഭാഗക്കാരെ ഒന്നും ഈ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് അംഗീകരിക്കാൻ ഈ സമുദായത്തിന് സാധ്യമാവുകയില്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആ മഹത്തായ ഒരു പ്രവർത്തനത്തിന്റെ, ഒരു പ്രചരണത്തിന്റെ, ഒരു ആദർശ പ്രചരണത്തിന്റെ ഒരു സന്ദേശവുമായിട്ടാണ് ഈ മഹത്തായ സമ്മേളനം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. ഈ മഹത്തായ സന്ദർഭത്തിൽ ഈ മഹത്തായ സമ്മേളനം ഇതൊക്കെ തന്നെ ആർക്കും കണ്ടാൽ ബോധ്യമാകും. ഈ സമുദായത്തിന് ഈ മാർഗരേഖ അഥവാ ഈ പൈതൃകം ഇവിടെ സംരക്ഷിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ആ സമസ്ത ഇവിടെ ഉണ്ടായ സാഹചര്യവും അതിന്റെ ശേഷം അതിനെ ഉണ്ടാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാരിവിടെ ചെയ്ത കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. ആ വിഭാഗത്തിൽ ഈ പറഞ്ഞതായ ഈ പൈതൃക വിരോധികൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ മഹാനവറുകൾ വരക്കൽ മുല്ലക്കോയ തങ്ങളോടൊപ്പം ഈ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഈ വിഭാഗത്തിന്റെ ശത്രുവായിരുന്നു. ഇവരുടെ ആദർശങ്ങളെ മുഴുവനും അടിച്ച് പൊളിച്ച് തകർത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവര്. ആ മഹാനവറുകളുടെ ഈ പ്രവർത്തനത്തിന് അവര് ഇവിടെ എഴുതി വിട്ടതെന്താണ്? ഒരു നോട്ടീസ് ഇറങ്ങി, പാങ്ങല നാരദനും ബഗ്ദാദിലെ കള്ളനും. ഒരു നോട്ടീസ് ഇവിടുത്തെ പുത്തനാശയക്കാരായ മുജാഹിദുകൾ ഇറക്കിയതാ. പാങ്ങല നാരദൻ, ബഗ്ദാദിലെ കള്ളൻ. ആരാ ബഗ്ദാദിലെ കള്ളൻ? ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ. അപ്പൊ ഈ നിലക്കുള്ള മഹാന്മാരെ മുഴുവനും അവഹേളിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇവിടെ ഒരു പുതിയതായ ആശയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെതിർക്കാൻ ഇവിടെ ഏക സംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. അതിന് ഇവിടെ പറഞ്ഞതുപോലെ ആ സംഘടനയെ തകർക്കാനുള്ള ചില ശത്രുക്കൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരും ഈ പ്രസ്ഥാനത്തിന്റെ വിരോധികളാണ്, ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളാണ്. അവർ പലതുമായി ഇവിടെ പല നിലക്ക് കൊണ്ടുവന്നിട്ടും അവർക്കിവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല. മുടിയായി വന്നു, പൊടിയായി വന്നു, വസ്ത്രവുമായി വന്നു, പാത്രവുമായി വന്നു. എന്തു തന്നെ വന്നാലും ശരി, നിങ്ങളുടെ ഈ കൂടാരം തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ അടുത്ത് അതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആള് ഇതാ കവാടം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ശരിയാണ്. നിങ്ങൾ ആ കവാടം തുറന്നു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിൽ കുടുങ്ങിപ്പോയ സാധുക്കൾക്ക് പുറത്തേക്ക് ചാടാനാണ് ആ കവാടം നിങ്ങൾ തുറന്നു വെച്ചിട്ടുള്ളത്. നിങ്ങളെ കൂട്ടത്തിലേക്ക് ഒരാളെങ്കിലും നിങ്ങളെ കവാടത്തിലേക്ക് കടന്നു വരില്ല എന്ന് വളരെ വ്യക്തമായി ഇവിടുത്തെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കവാടം എന്നും തുറന്നിട്ടുണ്ട്, ഐക്യത്തിന്റെ കവാടം. അതിലേക്ക് ഇതാ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു.
സഖാബിമാരുടെ ഒരു നീണ്ട നിര തന്നെ സമസ്തയിലേക്ക് ഇതാ അവർ കടന്നുകൊണ്ടിരിക്കുക. എന്താ സത്യം ബോധ്യമായി ഹക്കിനു വേണ്ടി നിലകൊള്ളുന്ന ഏക പ്രസ്ഥാനങ്ങളുടെ മഹാന്മാരായ ആ ഔലിയാക്കന്മാരാൽ ഉണ്ടാക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതിന്റെ സ്ഥാപകന്മാർ തൊട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വരെയുള്ള വിശുദ്ധന്മാരായ ആളുകൾ. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വായിച്ചല്ലോ, കണ്ണിയത്ത് ഉസ്താദിനെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. ആരാ ഉൾപ്പെടുത്തിയത്? ഈ വിഭാഗക്കാർ. എന്നാൽ ആ നിലക്കുള്ള ആളുകളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ. അവരൊക്കെ ഔലിയാക്കളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവരൊക്കെയും ആ നിലക്കാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെതിരിലുള്ള എന്ത് നീക്കങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്കൊരിക്കലും തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ശംസുൽ ഉലമനെ കടിച്ചവരൊക്കെ എങ്ങനെയാണ് മരിച്ചത് എന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞതാണ്. ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആരാണ്? ശംസുൽ ഉലമനെ ആക്ഷേപിച്ചാൽ ഒരു തങ്ങൾ പ്രസംഗിച്ചു. ഇന്നും ഞാനും ആ കേട്ടതിന്റെ കാതിലിപ്പോൾ നിൽക്കുക. അവർ തങ്ങൾ പ്രസംഗിച്ചു ശംസുൽ ഉലമനെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിച്ചവനെ നശിക്കൊടാ. അതിന് ഉദാഹരണം പറഞ്ഞ് അങ്ങനെ ആക്ഷേപിച്ച ഒരാളെ വയറ് വീർത്തു, വളരെ അങ്ങനെ ബുദ്ധിമുട്ടായി അദ്ദേഹം. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വയറ് പൊട്ടിത്തെറിച്ച് അവൻ ചത്തുപോയി. ഒരാൾ പറഞ്ഞതാ. ഇതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അവന്റെ ശംസുൽ ഉലമ അന്നിരക്ക് തൊട്ടവരാരൊക്കെയുണ്ടോ അവൻ ആരായാലും വേണ്ടില്ല, അവരത് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും പോകുന്നത് എന്ന് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആ മഹാനായ ശംസുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അവർ ഈ മഹത്തായ പ്രസ്ഥാനത്തെ നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ ഏൽപ്പിച്ചു തന്ന പ്രസ്ഥാനത്തിനെ നമുക്കിനി ആ മാർഗത്തിലൂടെ തന്നെ കൊണ്ടുപോകാൻ സാധ്യമാകണം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആ ഔലിയാക്കന്മാരുടെ പാത പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.